സംസ്ഥാനത്ത് ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. എറണാകുളം മണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ UDF-ന് വേണ്ടി ഹൈബി ഈഡൻ, LDF-ന് വേണ്ടി KJ ഷൈൻ, NDA-ക്ക് വേണ്ടി KS രാധാകൃഷ്ണൻ, 2020-ക്ക് വേണ്ടി ആന്റണി ജൂഡി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇന്നലെയായിരുന്നു കലാശക്കൊട്ട്. മൂന്ന് മുന്നണികളും വളരെ ശക്തിയാർന്ന ഒരു കലാശക്കൊട്ടായിരുന്നു പാറൂരിൽ നമ്മൾ കണ്ടത്. അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പാറൂരിൽ നിന്നും ഉള്ള അവരുടെ നേതാക്കന്മാർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. പ്രതീക്ഷയിലാണ് പറവൂർ നഗരസഭാ അതിർത്തിയിലുള്ള എല്ലാ ബൂത്തിലും ജനങ്ങൾ ഒരു വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അവർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നല്ലൊരു പ്രതീക്ഷയാണ് LDF കമ്മിറ്റിക്ക് ഇപ്പോൾ ഉള്ളത്. പറവൂർ മണ്ഡലത്തിൽ നല്ല രീതിയിൽ വോട്ടിന്റെ കാര്യത്തിൽ മുന്നേറാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. നമ്മുടെ പറവൂർ നിയോജക മണ്ഡലത്തിൽ 23,035 വോട്ടാണ് കിട്ടിയത്. അത് എങ്ങനെയായാലും ഒരു 60,000-70,000 വോട്ടുകളെങ്കിലും ഞങ്ങൾ നേടും എന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അവർക്ക് നമ്മളോട് പറയുവാനുണ്ട്. ഇതുപോലെ തന്നെയാണ് ഹൈബീഡൻ ചെയ്ത വികസനങ്ങളെ കുറിച്ച് ഓരോ പഞ്ചായത്തിലും ഓരോ പ്രവർത്തകരും നമ്മളോട്. മൂത്തൂന്ന ഹോസ്പിറ്റൽ, ആ മൂത്തൂന്ന ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് അദ്ദേഹം അനുവദിക്കുകയുണ്ടായി. അതിന്റെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ടെൻഡർ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആംബുലൻസ് ലഭിക്കുമ്പോൾ വടക്കേക്കര പഞ്ചായത്തിലെ 20 വാർഡുകളിലും അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഈ വടക്കേക്കരയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂത്തുകുന്നം SNM ഹയർ സെക്കൻഡറി സ്കൂൾ. ആ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു സ്കൂൾ ബസ് അദ്ദേഹം അനുവദിക്കും. MP ആയി വന്നതിന് ശേഷം അവിടെ സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അവിടെ സ്കൂൾ ബിൽഡിംഗ് പണിയാൻ 25 ലക്ഷം രൂപ മാളവന പള്ളി സ്കൂളിന് അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾക്ക് ചികിത്സാ സഹായമായി പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായ നിധിയിൽ നിന്നും സഹായം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുത്തൻപേരിക്കരയിൽ ഒരു MP എന്ന നിലയിൽ ഏത് സമയത്ത് വിളിച്ചാലും വിളിപ്പാടകലെ എന്നതുപോലെ അദ്ദേഹം ഓടിയെത്താനും പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാനും ഹൈബീഡിന് ഇതുവരെ നമ്മളോട് സംസാരിച്ച നേതാക്കന്മാർ എറണാകുളം മണ്ഡലത്തെ കുറിച്ചാണ്. ഇനിയിപ്പോ നമുക്ക് സംസ്ഥാനത്തേക്ക് പോവാം. സംസ്ഥാനത്ത് എത്ര സീറ്റ് ലഭിക്കും? എത്രത്തോളം പ്രതീക്ഷയാണ് സംസ്ഥാനത്തേക്ക് നോക്കിയാൽ? കേരളത്തിലെ നാളിതുവരെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നൊരു ചർച്ച ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മോദിയോട് അനുകൂലമുള്ള ചെറുപ്പക്കാർ, പുതിയ തലമുറയുടെ വോട്ട് മോദിക്ക് അനുകൂലമായിട്ടാണ്. സുരേഷ് ഗോപി മാത്രമല്ല, നിരവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. കേരളത്തിലെ 2 അക്കത്തിൽ കൂടുതലുള്ള സീറ്റുകൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. സർവേകളിൽ LDF കാര്യമായ ശ്രദ്ധ കൊടുക്കാറില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് ഭൂരിപക്ഷം പ്രഖ്യാപിച്ച സർവേകൾ ഉണ്ടായി. പല മണ്ഡലങ്ങളിലും 30,000 വോട്ടിനൊക്കെ ജയിച്ച ആളുകൾ തോൽക്കുമെന്നുള്ള സർവേകളെല്ലാം തന്നെ മുഖ്യധാര മാധ്യമങ്ങളുടെ എല്ലാം വന്നു. എങ്കിലും പകുതിയിലേറെ സീറ്റുകൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് BJP ഗവൺമെന്റിനും എതിരെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് എതിരെയുള്ള ഒരു വിധിയെഴുത്തായതുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് നഷ്ടപ്പെടാൻ ഇടയായെങ്കിൽ ആ ആലപ്പുഴ സീറ്റ് വീണ്ടും തിരിച്ചു പിടിച്ചുകൊണ്ട് 20-ൽ 20 സീറ്റും കേരളത്തിൽ UDF ഉറപ്പാക്കും എന്ന് ഇതുവരെയും നമ്മളോട് സംസാരിച്ചത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരാണ്. ഇനിയിപ്പോ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടേണ്ടത് പോകണം. വിദ്യാഭ്യാസപരമായിട്ടും എന്തെങ്കിലും കേരളത്തിന്റെ ആവശ്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് നേടിയെടുക്കാൻ കഴിവുകയാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. പിന്നെ പ്രാപ്തിയും വേണം. അങ്ങനെ അത്രയധികം പ്രാപ്തിയുള്ള ആളാണ് ഹൈബീഡൻ. അതുകൊണ്ട് ഹൈബീഡനെ ജയിപ്പിക്കുന്നതായിരിക്കും എറണാകുളം സംബന്ധിച്ച് നമുക്ക് ആവശ്യം. ഇവിടെ BJP അധികാരത്തിൽ വരണമെന്നുള്ളതാണ്. സംസ്ഥാനത്ത് BJP അധികാരത്തിൽ ഒറ്റവാക്കിൽ എന്തുകൊണ്ടാണ് BJP അധികാരത്തിൽ വരണം? BJP അധികാരത്തിൽ വരണം. അതിന്റെ കാരണം അങ്ങനെ എന്തെങ്കിലും? കാരണം മോദി സർക്കാർ വന്ന ശേഷം പല ആനുകൂല്യങ്ങളും പാവപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല. ഞാൻ UDF-ന്റെ ആളാണ്. നല്ല അനുഭവങ്ങൾ ഇതാണ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നത് BJP-ക്കാണ്. ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട് ഇതോടെ തെരഞ്ഞെടുപ്പ്. കാരണം ഈ ഗോതിരത്ത് ചേർന്നകലം, അപ്പോൾ വരാപ്പുഴ
ഈ വടക്കേക്കര അതുപോലെ ഈറ്റാറ്റുര ഉള്ള മേഖലകളിലൊക്കെ ഷൈൻ ടീച്ചർക്ക് നല്ല വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പറവൂർ നഗരസഭ അടക്കമുള്ള സ്ഥലങ്ങളിൽ സാധ്യത കൂടുതലാണ്. പറവൂർ എന്ന് വെച്ചാല് MLA നമ്മുടെ VD സതീശനുള്ളിടത്തോളം കാലം എങ്ങനെയാലും ലീഡ് ചെയ്യും. പറവൂര് കോൺഗ്രസിനായി ലീഡ് ചെയ്യും. പറഞ്ഞ പോലെ മുന്നിലേക്ക് വന്നാൽ മാത്രല്ലേ പ്രവൃത്തി ഉണ്ടാവുള്ളൂ. ഇപ്പൊ ടീച്ചറാണ് ഓക്കെയാണ്, ആളുടെ പ്രവൃത്തി നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഹൈബീഡന്റെ സാധ്യത കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആൾ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടിട്ട് ഹൈബീഡൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത. 2020 ആയിരിക്കും നല്ലത്. അത്യാവശ്യം ബോധവും വിവരമുള്ളവരൊക്കെയാണല്ലോ. എല്ലാ മുന്നണികളും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഈ വരുന്ന 26-ാം തീയതി വോട്ട് ചെയ്യാൻ നമ്മൾ എത്തുമ്പോൾ നിങ്ങൾ ഒന്നോർക്കുക, ഇത് നമ്മളുടെ അവകാശമാണ്. ഈ വോട്ട് പാഴാക്കരുത്.